താജ്മഹൽ കാണാൻ ആഗ്രഹിക്ക് പോയത്. രാവിലെ പുലർച്ചെ 5:15 ഇറങ്ങിയേക്കണേ. കാരണം ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇന്ന് ട്രെയിനും ഉണ്ട്. അപ്പം അതിന് മുന്നേ എത്തണം. അപ്പം എല്ലാവരും ഭയങ്കര ഡ്രസ്സിങ്ങിലാണ്. തിരിട്ടാണ് കാണാൻ പറ്റില്ല. താജ്മഹലിലേക്ക് പോകാനുള്ള കോലങ്ങളൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പിന്നെ കാണാം. ഇവിടെ അമ്മയൊക്കെ ഇരിക്കുന്നുണ്ട്. പപ്പയുടെ ഫ്രണ്ടിലുണ്ട്. കാണുന്നില്ല, ഇരുട്ടാണ്. സോ അപ്പോൾ സ്ഥലങ്ങൾ ഞങ്ങൾ പിന്നെ കാണിച്ചു തരാം. ഇത് ഈ നേരത്ത് 5 മണി നേരത്ത് ഇത്രയധികം തിരക്ക്. സൺഡേ മോർണിംഗ് ബി ലൈക്ക്. ഹലോ എവ്രി വൺ, വെൽക്കം ടു ട്രയോ ടെയിൽസ്. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസത്തെ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് പോകുന്നത് ആഗ്രയിലേക്കാണ്, താജ്മഹൽ കാണാനായിട്ടാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം 8 വണ്ടേഴ്സിൽ ഒരെണ്ണമായതുകൊണ്ട് അത് കോലം കിടന്നേക്ക് മുന്നേ കാണുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പേനെ അമ്മേനെ കൊണ്ടുപോകാൻ പറ്റിയ എക്സൈറ്റ്മെൻറ്റിലും കൂടിയാണ് ഞങ്ങൾ. ഒരു കോഫി ബ്രേക്ക്, മോർണിംഗ് കോഫി ബ്രേക്കാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഈ ഡാൻസ് പോലത്തെ ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് അമ്മേനും പപ്പനും വിട്ടുപിടിക്കും. അല്ലെ ഞങ്ങളെല്ലാത്തിനും ഉത്തരവാദിത്തത്തിൽ ഇറങ്ങാറുണ്ട്. ഇത് പക്ഷേ ഡ്രസ്സ് കാരണം ഞങ്ങൾക്ക് എന്താ ഇറങ്ങാൻ ഒരു മടിവിടുള്ള ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ. ഇന്നും ലോങ് യാത്രയാണ്, കുറേ പോകാനുണ്ട് ഇനി. അപ്പോൾ ഉറങ്ങി തീർക്കാം. ഇതുവരെ ഉണ്ടായിരുന്ന ക്ഷീണങ്ങളൊക്കെ 40 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം ഉണ്ട് പോകും. അതെ. സോ ഇനി അതായിരിക്കും നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താജ്മഹൽ. അപ്പൊ ഇനി ഈ ഡൽഹിയിൽ ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ കശ്മീരാണ്. ഹലോ അമ്മ, എങ്ങനെയുണ്ട് കോഫി? കഴിച്ചിട്ടില്ല, ചൂട് രാജകുമാരിയോ? ഏത് കൊട്ടാരത്തിലെ രാജകുമാരിയോ? അറിയപ്പെടാത്തൊരു കുമാരിയല്ല. നീ ഏത് കൊട്ടാരത്തിലത്തെ രാജകുമാരിയാണ്? തീരുമാനമായിട്ടില്ല. ചോദിക്കണം. ഞാൻ കൊട്ടാരത്തിലൊന്നും ചോദിക്കില്ല, കാരണം എനിക്കറിയാം ചേച്ചി രാജ്ഞിയല്ല. അസാധാരണമായ ഓരോ ലൊക്കേഷനുകൾ, ആംഗിളാണ് ഹേസിൽ ഫോട്ടോ എടുക്കാൻ പറയുന്നത്. അത് എടുത്തോണ്ടിരിക്കുക. നിന്റെ അമ്മയായിരുന്നു ഇത്ര നേരം ഫോട്ടോ എടുക്കണേ. അവൾക്ക് അത് അമ്മ അവസാനം തോറ്റു. അവള് അടുത്താളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഓൾഡ് സോങ്സ് ആണ് ടു വൈബ്. അപ്പൊ അതൊക്കെ കേട്ട് എൻജോയ് ചെയ്യുന്നു. റീച്ചൽ ഇവിടെ അമ്മയായിട്ടിരിക്കുന്നുണ്ട്, കണ്ണടയൊക്കെ വെച്ചിട്ട്. കൂളിംഗ് ഗ്ലാസ് നോക്കി. ഓ ശേണ്ടാ പൊന്നോ, അടിപൊളി. ഒന്നും പറയാനില്ല. കണ്ടിട്ടു ഐശ്വര്യ വിചാരം. ചിരിച്ചിട്ടുണ്ടില്ലേ ആളുടെ വിചാരം. ആള് നമ്മുടെ അവിടുത്തെ ഫിലോമിന ഒരു പാട്ട് പാടി. റെവനേച്ചി ഇൻട്രൊഡ്യൂസ് റെവനേച്ചിയിലെ പാട്ട് പാടി. എനിക്ക് പാട്ടൊന്നും അറിയില്ല. പെട്ടെന്ന് സ്പോണ്ടേനിയസ് പറ്റിയ പാട്ടല്ല എന്റെ പാട്ട്. കുഴപ്പമില്ല, ഒരു പാട്ട് പാടി സ്പോണ്ടേനിയസ് ആയിട്ട്. അമ്മ കമോൺ, ജസ്റ്റ് 2 ലൈൻസ് പാട്ട്. ഇവിടെ ഒരു പാട്ട് പാടുന്നു. അങ്ങനെ ഇതേപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പാട്ട് വെച്ചിട്ടാ. അത് അമ്മ അത്ര വിളിച്ച് പാടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് പാടും. അമ്മ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കണ്ടാ ഞങ്ങളുടെ വീട്ടിലത്തെ കായികകൾ. അമ്മ പാടാൻ പറഞ്ഞത് നിർത്തില്ല. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലത്തെ 3 കലാത്തിലേക്ക് 3 പാട്ടുകാരാണ് ഇരിക്കുന്നത്. ഒരുമിച്ച് ഒരേ ഫ്രെയിമിൽ വരും. എല്ലാവരും റെവനേച്ചി കുറച്ചും കൂടി വരും. 3 പാട്ടുകാരി. അയ്യോ 3 പാട്ടുകാരി. പിങ്ക്, നീല, വെള്ള. ഇതാണ് പാട്ടുകാരി. ഇനി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാനൊരു പാട്ട് പാടാം. അതെ. അയ്യോ ഞാൻ പാടട്ടെ. ഇന്നസെൻസ്.
പണ്ടത്തെ ചായയും മാറി ഞാൻ വീണ്ടും യങ്ങായി തുടങ്ങിയിരിക്കുന്നു. അമേസിംഗ് ബാക്ക്വേർഡ്സ് ഒക്കെ അമ്മ പറയണേ. മതി മതി മതി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇറങ്ങിയേക്കാണ് അല്ലേ? മോഡലാ. താജ്മഹലിക്ക് ഇനി എത്ര ദൂരം ഉണ്ടെന്നാ പറഞ്ഞേ? താജ്മഹലിക്ക് ഇനി എത്ര ദൂരം ഉണ്ടെന്നാ പറഞ്ഞേ? 100. അപ്പൊ ഇനി എത്ര ടൈം എടുക്കും? 2 മണിക്കൂർ ഇനി എടുക്കുമോ? അപ്പൊ നമ്മള് താജ്മഹലിന്റെ പരിസരത്ത് എത്തിയേക്കാണ്. പോണെങ്കിൽ ഒരു ബഗ്ഗി റൈഡിൽ പോകണം. അപ്പൊ ഞങ്ങള് അതിന്റെ സ്ഥലത്തേക്ക് പോവാനായിട്ട് കയറിയേക്ക വണ്ടിയില്. പപ്പയമ്മ ഇവിടെ ഉണ്ട്. ഹായ് അമ്മ. താജ്മഹൽ കാണാൻ എക്സൈറ്റഡ് ആണോ? ഭയങ്കര എക്സൈറ്റഡ്. പപ്പ എക്സൈറ്റഡ് ആണോ? കേൾക്കണം കൂടി ഇല്ല. അമ്മ നല്ല സ്റ്റൈലാട്ടാ. सेलिब्रिटीज मैडम जी फोटो के लिए पोज कर दो प्लीज. हेलो हेजल जी मैडम, रेचल मैडम, हेलो शांति मैडम. So finally, welcome in Taj Mahal. Thank you. We are coming through the West Gate. കണ്ടോ അങ്ങനെ ഫൈനലി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം കണ്ട് താജ്മഹലൊക്കെ ഇത് കാണുന്നു. ഇപ്പം ഗേറ്റ് എത്തിയിട്ടുള്ളൂ. ഇതിൻ്റെ അകത്തോട്ട് പോകണം താജ്മഹൽ. ഇതിൻ്റെ മുകൾ ഭാഗം ഇവിടെ നിന്ന് കാണാം. അങ്ങനെ ഫൈനലി ഞങ്ങൾ താജ്മഹൽ എത്തി. ഇതായിരുന്നു ഞങ്ങളുടെ ഗൈഡ്. അപ്പോൾ ഞങ്ങൾക്ക് ഗൈഡ് താജ്മഹൽ ഉണ്ടാക്കിയതിൻ്റെ സവിശേഷതകളും അതുണ്ടാക്കിയത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരായിരുന്നു. ഇതിൽ ഒരുപാട് ഒപ്റ്റിക്കൽ ഇല്യൂഷനായിട്ട് ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളുണ്ട്. അത് നിങ്ങൾ നേരിട്ട് കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പം ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഡിസൈൻസൊക്കെ 42ഓളം സെമി പ്രഷ്യസ് സ്റ്റോൺസ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെയുള്ള അറബിക് ലെറ്റേഴ്സൊക്കെ അവരെ ഖുറാനിലുള്ള സുറയാണ്. ഇറ്റ്സ് നോട്ട് ക്ലോസ്. No. It's too far. Oh, it's an illusion. This is the spot. Stand on the stone. Okay. Now you get right and straight. You get right and straight. Just lift your hand. Yes. Nice. ആ ബ്യൂട്ടി ഒന്ന് നോക്ക്. അങ്ങനെ താജ്മഹൽ കണ്ടുകൊണ്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ഗൈഡിനെ ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കൂട്ടം നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമ്മളൊരു ഗൈഡിനെ ബുക്ക് ചെയ്ത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് നേരം ക്യൂയിൽ നിന്ന് നമ്മൾ ടൈം വേസ്റ്റ് ആകും. അപ്പോൾ ഞങ്ങൾക്കതാണെങ്കിൽ ജമ്മുവിലേക്ക് ട്രെയിനും ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാക്കാനായിരുന്നു അത്. പിന്നെ ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പണ്ട് നമ്മൾ സോഷ്യൽ സ്റ്റഡീസിൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വരയ്ക്കില്ലോ താജ്മഹൽ. മറ്റേ ലൈനിട്ട് നദിയും മരങ്ങളൊക്കെ വരയ്ക്കില്ല. അതൊക്കെയാണ് ഓർമ്മ വന്നത്. പിന്നെ ഈ താജ്മഹലിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പല സമയത്ത് പല ബ്യൂട്ടിയാണ്. മോർണിംഗ് വ്യൂവിൽ വേറെ ബ്യൂട്ടി, ഈവനിങ്ങിൽ വേറെ ബ്യൂട്ടി, നിലവിളിച്ചതിൽ വേറെ ബ്യൂട്ടി, വിൻ്ററിൽ വേറെ ബ്യൂട്ടി. പല സമയത്തായിട്ട് കാണാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അതാണ് ആഗ്ര ഫോട്ടോ റെഡ്. പിന്നെ താജ്മഹലിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റായിട്ട് ഷാജഹാൻ ഒരു ബ്ലാക്ക് താജ്മഹൽ ഉണ്ടാക്കണമായിരുന്നു, സ്വന്തം ടോംബ്. പക്ഷെ അത് ഫിനിഷ് ചെയ്യാനായിട്ട് ഷാജഹാന് പറ്റിയില്ല. അങ്ങനെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു താജ്മഹൽ കാണാൻ. അത് കണ്ടു അല്ലേ? മറ്റൊരു അവിടെ ഇരിക്കണേ സീറ്റ് വേറെ സ്ഥലത്താണ്. ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങളുടെ കാറിലേക്ക് റൈഡിൽ പോവാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ വീഡിയോസിലൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. കണ്ടോളൂ. നമ്മൾ റൈഡിൽ തിരിച്ച് കാറിൽ പോവാണെങ്കിൽ
വീഴാൻ പോണ പോലെ നല്ല ബ്രൈറ്റ് കളേഴ്സ്. അവരെ കാണിക്കാനേ പറ്റാത്ത പൊസിഷനിൽ അവരിരിക്കണേ. നമ്മള് താജ്മഹലിന് ടാറ്റ ബൈ ബൈ പറയാം. താജ്മഹലൊന്നും കാണാൻ പറ്റില്ല. എന്റെ കൈ കത്തിരുത്. താജ്മഹലിൽ നമ്മൾ ആഗ്ര ഫോർട്ടിൻ്റെ ഒരു ഫാർ വ്യൂ കണ്ടിരുന്നു. പിന്നെ ഒരു ബ്ലാക്ക് താജ്മഹൽ സ്വന്തമായി പണിയാൻ വിചാരിച്ച കഥയും പറഞ്ഞിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാജഹാനും മുന്നേ മുംതാസിന് മുന്നേ വേറെ ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു പുത്രനായിരുന്നു ഔറംഗസേബ്. അപ്പോൾ ഔറംഗസേബ് ഈ മുംതാസിന് വേണ്ടിയിട്ട്, സ്വന്തം അമ്മയല്ലല്ലോ, അപ്പോൾ മുംതാസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഈ പുതിയ ടോംബും സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് പണിയുന്ന താജ്മഹൽ അതിന് വേണ്ടി ഇത്രയും പൈസ ഇല്ലാക്കുന്ന ഒരു താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഈ തടങ്കിലാണ് അച്ഛനെ വെച്ചിരുന്നത്. അച്ഛൻ ഇവിടെ കിടന്ന് മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ബ്ലാക്ക് താജ്മഹൽ അപ്പന് പണി പൂർത്തിയാക്കാനും സാധിക്കാതെ വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് എന്താണെന്ന് വെച്ചാൽ, ഈ പണ്ട് താജ്മഹൽ ക്രിയേറ്റ് ചെയ്തപ്പം ഈ സെമി പ്രഷ്യസ് സ്റ്റോണൊക്കെ വെച്ച് ഇതുപോലെ ഡിസൈൻ ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ ഡിസെൻഡൻസൊക്കെ അവരിപ്പോഴും ഉണ്ട്. അപ്പോൾ അവരിപ്പോഴും അതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്തിട്ട് സെമി പ്രഷ്യസ് സ്റ്റോൺസ് വെച്ചിട്ടല്ലെങ്കിലും മാർബിൾ കൊണ്ട് അവരുണ്ടാക്കുന്ന, പല കളറിലുള്ള മാർബിളോട് ഉണ്ടാക്കുന്നൊരു സ്ഥലം അവർക്കിപ്പോഴും ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോയി. അവിടെ ഞങ്ങൾ കുറച്ച് ചെറിയ മിനിയേച്ചർ താജ്മഹലൊക്കെ പർച്ചേസ് ചെയ്തു. അങ്ങനെ ഹാപ്പിയായി. ഞങ്ങളങ്ങനെ താജ്മഹലൊക്കെ കണ്ട് തിരിച്ച് നമ്മുടെ ഇവിടേക്ക് വരുന്ന വഴി, ഡൽഹിക്ക് പോകുന്ന വഴിക്ക് ലഞ്ച് കഴിക്കാനൊന്ന് കയറി കാണാം. ഇത് കഴിഞ്ഞ ഒരു സ്റ്റോപ്പും ഇല്ല, നേരെ ഡൽഹിക്കാണ്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ട്രെയിനിനുള്ള ടൈമായി. അപ്പോൾ ബാക്കിയെല്ലാം ഞങ്ങൾ അടുത്ത ഇതിൽ കാണിക്കാം. ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്, ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഇതാ ഇവിടെ അമ്മ ഫുഡ് കഴിക്കാനായിട്ട് എക്സൈറ്റഡ്. എല്ലാത്തിനും എപ്പോഴും എക്സൈറ്റഡ് ആണ്. അതെ, ഫുഡ് ഇത് കഴിഞ്ഞിട്ടൊരു മധുരവും കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അമ്മേരെ കണ്ടു മൊത്തമായിരുന്നു അല്ലേ? ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ 3 പേരും ഡൽഹി യാത്ര കഴിഞ്ഞു. പപ്പയും അമ്മയും പിന്നീടുള്ള ദിവസങ്ങൾ ഡൽഹി തന്നെയായിരുന്നു. ഞങ്ങൾ 3 പേരും ഇന്ന് രാത്രി തന്നെ ജമ്മുവിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളൊന്ന് ഫുഡൊക്കെ കഴിച്ചു, റെയിൽവേ സ്റ്റേഷനിൽ പോയി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ.